മഹാഭാരതവും ഭാഗവതമൊക്കെ എടുത്തു നോക്കിയാൽ പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ഒന്നിനെയും തള്ളിയൊരു കഥയില്ല. എല്ലാത്തിനും അംഗീകരിച്ചുകൊണ്ടാണ് മഹാഭാരതവും രാമായണവും അല്ലെങ്കിൽ ഭാഗവതവും എല്ലാ ജീവജാലങ്ങളെയും, ഒരു ജീവജാലങ്ങളെയും തള്ളുന്നില്ല. എല്ലാത്തിനെയും അംഗീകരിച്ചാണ്. എല്ലാം ഓരോരോ കഥാപാത്രങ്ങളാണ്. പരസ്പരം സഹായിച്ചും ഒക്കെയാണ് നമുക്ക് കാണിച്ചത്. പറയാൻ ലക്ഷക്കണക്കിനുണ്ട്, പക്ഷേ ഞാൻ ഒരെണ്ണം എടുത്തു പറയാം. ജടായു പക്ഷി കണ്ടു സീതയും രാവണൻ കൊണ്ടുവന്നു. പക്ഷെ ആ ജടായു പക്ഷിക്ക് അറിയാം ഇയാൾ ചെയ്യുന്ന അധർമ്മമാണ്. പക്ഷെ ഇയാളുമായി യുദ്ധം ചെയ്താൽ എനിക്ക് സീതയെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്നുള്ള അറിയാം. എന്നാലും ജടായു പക്ഷി ചിന്തിച്ചത്, പറ്റിയില്ലേലും നമുക്കൊന്ന് പൊരുതി നോക്കാം എന്നും പറഞ്ഞാണ് പൊരുതാൻ പോയി. അയാൾ വലുതാണ്, ഞാൻ ചെറുതാണ് എന്നും പറഞ്ഞ് വെറുതെ ഇരുന്നില്ല. കഴിവില്ല എന്നും പറഞ്ഞ് വെറുതെ ഇരുന്നില്ല. ധർമ്മത്തിന് വേണ്ടി ആ പക്ഷി പൊരുതി. അപ്പോൾ ധർമ്മത്തിന് വേണ്ടി പൊരുതി അങ്ങനെ വീണു. ആ ധർമ്മത്തിന് വേണ്ടി പൊരുതി കൊണ്ട് രാമൻ്റെ ദർശനവും കിട്ടി. രാമനെ കണ്ടാണ് പിന്നെ മരിക്കുന്നത്. അപ്പം ചെറിയൊരു പക്ഷിയാണേലും ആ ധർമ്മത്തിന് വേണ്ടി പൊരുതിയായിട്ട് കാണിക്കുന്നു. ജടായു പക്ഷി എന്നെ തന്നെ കൊണ്ട് പറ്റത്തില്ല, അറിയാം. പറ്റില്ല എന്ന് പറഞ്ഞൊന്നും പ്രയത്നിക്കായിരുന്നില്ല. പറ്റുന്നത് ശ്രമിക്കാം. ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് നല്ല ശ്രമിച്ചു നോക്കാം. വിജയിച്ചാലോ ഇല്ലല്ലോ, ലോട്ടറി എടുക്കുന്നവരാ. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് പൊരുതാൻ പോയതും. ആ ധർമ്മത്തിന് വേണ്ടി പൊരുതി. പക്ഷേ ഭഗവാൻ വരെ ജീവൻ കടന്നു, ഭഗവാന്റെ പാദത്തിൽ ലയിച്ചു. മാത്രമല്ല, ഈശ്വരന് ആരുടെ ഉപദേശം ആവശ്യമില്ലെങ്കിലും ഈ വഴി കൂടാണ് പോയത്, ഇങ്ങനെ കൊണ്ടുപോയെന്നുള്ള അടയാളവും കൊടുത്തു. നമ്മുടെ ഓരോ സൽപ്രവൃത്തിയും ഈശ്വരനിലേക്കുള്ള പാത തെളിക്കുകയാണ്. അനൻ്റെ പാതയുടെ മുള്ളു മാറ്റുന്നവൻ സ്വന്തം പാതയിൽ പുഷ്പം വിടർത്തുവെന്നാണ്. നമ്മുടെ പാതയിലെ മുള്ളും നമ്മുടെ പാതയിലെ പുഷ്പം നമ്മൾ തന്നെ, നമ്മുടെ പാതയിലെ വെളിച്ചവും ഇരുട്ടും നമ്മൾ തന്നെ. അത് കഴിഞ്ഞ് രാമായണത്തിൽ നമുക്കറിയാം വേറൊരു കഥ. അണ്ണാൻ കുഞ്ഞിൻ്റെ സീതയെ കൊണ്ടുവരാൻ പാലം കെട്ടുന്ന സമയത്ത് കുരങ്ങന്മാരെല്ലാം വലിയ 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 കല്ല് കൊണ്ടുവരുന്നു. അപ്പോൾ എൻ്റെ ഭഗവാന്, ഞാൻ എന്ത് ചെയ്യും ഈശ്വരാ, എന്നെ കൊണ്ട് എന്ത് പറ്റുമെന്ന് തോന്നിയപ്പോഴാണ്, ചിന്തിച്ചപ്പോഴാണ് അണ്ണാൻ തോന്നി ആ വെള്ളത്തിൽ പോയി മുങ്ങുക, മണ്ണിൽ പോയി ഉരുളുക, ആ പാലം കെട്ടുന്നിടത്ത് കൊണ്ടുവന്ന് ആ മണ്ണവിടെ കുടഞ്ഞിടുക, പിന്നെയും മണ്ണിൽ ഉരുളുക, പിന്നെ അവിടെ വന്ന് കുടഞ്ഞിടുക, പിന്നെയും ഉരുളുക, കുടഞ്ഞിടുക. അപ്പോഴാണ് രാമൻ വന്ന് കണ്ടത്, ഈ എണ്ണാൻ കുഞ്ഞിന് ഒന്നും കഴിവില്ലെങ്കിലും തൻ്റെ മനസ്സ്, തൻ്റെ പ്രഭുവിന് തനിക്കുണ്ടാകുന്ന ചെയ്യണം, ആ മനോഭാവം കണ്ടപ്പോൾ രാമന് കാരുണ്യം തോന്നി തടയുന്നതാണ് ആ മൂന്നുകാരൻ. അപ്പോൾ രാമൻ ഈശ്വരനാണ്. എന്നിട്ട് ആ ജീവിയെ കയ്യിലെടുത്തിട്ട് നന്ദി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. എല്ലാത്തിനോടും നന്ദി ഈശ്വരൻ പോലും കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചെയ്തവനോട് നന്ദി പുലർത്തുക. ഇതെല്ലാം ചെറിയ ജീവിയാണെങ്കിലും വലിയ മനസ്സിനെ സ്വീകരിക്കാനുള്ള ആ മനോഭാവമുണ്ട്. കാരണം തന്നെ കൊണ്ട് കഴിവില്ല എന്ന് ചിന്തിച്ചില്ല. തനിക്ക് പറ്റുന്ന ചെയ്യുക, തനിക്ക് പറ്റുന്ന ചെയ്യുക. കഴിവില്ല, മറ്റവരൊക്കെ വലിയവരാണ്, ഞാൻ ചെറിയവരാണ് എന്ന് മാറി നിന്നില്ല. അതുപോലെ നമുക്ക് ഈ ആത്മവിശ്വാസം വളർത്തിയെടുത്ത് നമുക്ക് പറ്റുന്നത് ചെയ്യാം. പറ്റുന്നത് ചെയ്ത് വന്നാൽ പഴയതിലുപരിയായി പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാം, മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് പറ്റും. പിന്നെ ഓരോ ജീവജാലങ്ങളും അതുപോലെ തന്നെ വൃക്ഷങ്ങളെ, പക്ഷികളെ, കല്ല് പോലും ഒന്നിനെയും തള്ളാതെ എല്ലാത്തിനെയും അതുപോലെ എടുത്തിട്ടുണ്ട്. ഒന്നും ആവശ്യമില്ലാത്തതില്ല, പക്ഷെ എൻ്റെ ഒരു സ്ഥാനത്ത് കണ്ട് നമ്മൾ പോകണമെന്ന് മാത്രമാണ്. അപ്പോൾ ഒന്നും നമുക്ക് ആവശ്യമില്ലാത്തതില്ല, എല്ലാം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക പരസ്പരം. നമ്മൾ മാത്രം ദ്രോഹിച്ചും എടുത്തും നശിപ്പിച്ചും പോവുകയാണ്. എല്ലാത്തിനോടും ആദരവ് കാണിക്കുകയും വേണം. പക്ഷെ നമ്മൾ ഈ ജന്മം പരമാത്മാവാണ് ലക്ഷ്യം, അതാണ് സാക്ഷാത്കരിക്കേണ്ടത്. അത് ജീവിച്ചിരിക്കുമ്പോൾ വേണം. ഭൂമിയിലാണ് ഈ സ്വർഗം, ആകാശത്തിലല്ല. സൂര്യന് മെഴുകുതിരിയുടെ ആവശ്യമില്ല, നദിക്ക് പ്രത്യേകിച്ചൊരു ദാഹമില്ല, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹം നദിക്കില്ല. പക്ഷെ നമ്മുടെ ഓട പോലുള്ള മനസ്സാണ്. അപ്പോൾ ഓട പോലുള്ള മനസ്സ്
നദിവെള്ളം കോരി വൃത്തിയാക്കുന്നത് പോലെ ആ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഈശ്വരപ്രമോ എന്ന ഫിൽറ്റർ കൊണ്ടേ ആ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. മനസ്സിനകത്ത് ടോർച്ച് കൊണ്ടേ അന്ധകാരം താണ്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലേക്ക് ഉണരുക എന്നുള്ളൊരു തത്വമാണ്.